ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം ടോപ്പേഴ്സ്. നമ്മൾ 6th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫിയുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ. ഇനി നമുക്ക് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സെലസ്റ്റിയൽ ബോഡീസ്? എന്താണ് celestial bodies? The sun, the moon and all those objects shining in the night sky are called celestial bodies. നമ്മുടെ സണ്ണും മൂണും അതുപോലെ തന്നെ രാത്രി സ്കൈയിൽ ഷൈൻ ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സിനെയും നമ്മൾ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം സ്റ്റാർ. എന്താണ് സ്റ്റാർ? Some celestial bodies are very big and hot. They are made up of gases. They have their own heat and light, which they emit in large amounts. These celestial bodies are called stars. ചില celestial bodies വളരെ വലുതാണ്, അതുപോലെ തന്നെ നല്ല ഹോട്ടുമാണ്. ഗ്യാസസ് കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഹീറ്റും ലൈറ്റും ഒക്കെയുണ്ട്. ഇതൊക്കെ ഇവരെ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള celestial bodiesനെയാണ് നമ്മൾ സ്റ്റാർസ് എന്ന് പറയുന്നത്. Third question, why do we not feel the heat and light of the stars even though they are so big and hot? അപ്പോൾ നമുക്കറിയാം സ്റ്റാർസ് എന്ന് പറയുന്നത് വളരെ ബിഗും ഹോട്ടുമായിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീസാണ്. അവർ ലൈറ്റും ഹീറ്റും ഒക്കെ എമിറ്റ് ചെയ്യുന്നല്ലേ. ഇങ്ങനെ ഈ സ്റ്റാർസ് ഇതൊക്കെ എമിറ്റ് ചെയ്തിട്ട് പോലും നമുക്ക് ഈ സ്റ്റാർസിൻ്റെ ഹീറ്റും ലൈറ്റും എന്തുകൊണ്ടാണ് അനുഭവപ്പെടാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. We do not feel the heat and light of the stars since they are very far away. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഹീറ്റും ലൈറ്റും ഒന്നും ഫീൽ ചെയ്യാത്തത്? ഈ സ്റ്റാർസൊക്കെ നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ടാണ് നമുക്കിവരുടെ ഹീറ്റും ലൈറ്റും ഒന്നും അനുഭവപ്പെടാൻ പറ്റാത്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റലേഷൻ? എന്താണ് കോൺസ്റ്റലേഷൻ? എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ ഫോമിങ് വേരിയസ് പാറ്റേൺസ് ഈസ് കോൾഡ് കോൺസ്റ്റലേഷൻ. കുറേ സ്റ്റാർസ് കൂടി ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് ഉസ മേജറൊക്കെ പറയാം അല്ലേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോൾ സ്റ്റാർ? ഹൗ ക്യാൻ ദി സപ്തർഷി ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ഇറ്റ്? അപ്പോൾ എന്താണ് പോൾ സ്റ്റാർ? എങ്ങനെയാണ് സപ്തർഷി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോൾ സ്റ്റാറിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? The pole star is the star that is known to retain its position in the sky always. We can locate the position of the pole star with the help of the constellation Saptarshi. ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ സ്കൈയിൽ കാണുന്ന ഒരു സ്റ്റാറാണ്. അതായത് നോർത്തേൺ ഡിറക്ഷൻ കാണിക്കുന്ന ഒരു സ്റ്റാറാണ് ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ഈ പോൾ സ്റ്റാർ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് നോർത്തിലേക്കുള്ള ഡിറക്ഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ പോൾ സ്റ്റാർ നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ സപ്തർഷി എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇഫ് ആൻ ഇമാജിനറി ലൈൻ ഈസ് ഡ്രോൺ ജോയിനിങ് ദ പോയിന്റർ സ്റ്റാർസ് ഓഫ് ദ സപ്തർഷി ആൻഡ് എക്സ്റ്റെൻഡഡ് ഫർദർ ഇറ്റ് വിൽ പോയിന്റ് ടു ദി പോൾ സ്റ്റാർ. സപ്തർഷി എന്ന് പറഞ്ഞാൽ 7 സ്റ്റാർസ് ചേർന്നുള്ള ഒരു കോൺസ്റ്റലേഷനാണ്. അപ്പം നമുക്ക് ഈ സപ്തർഷി കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ഇമാജിനറി ലൈൻ നമ്മൾ ഇച്ചിരി മുമ്പിലേക്ക് നമ്മൾ നീട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോൾ സ്റ്റാർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡയഗ്രം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് നോക്കി പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അതുമാത്രമല്ല, എക്സാമിന് വലിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ അതും കൂടെ വരച്ച് വെച്ചാലും കുറച്ചുകൂടെ നന്നായിട്ട് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ നോർത്തേൺ ഡിറക്ഷനിൽ കാണിക്കുന്ന ആ സ്റ്റാറിനെയാണ് നമ്മൾ പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. സപ്തർഷി യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരു ഇമാജിനറി ലൈൻ ഈ സപ്തർഷി ജോയിൻ ചെയ്ത് ഇമാജിനറി ലൈൻ വരച്ചുകൊണ്ട് നമുക്ക് ഈ പോൾ സ്റ്റാറിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം പ്ലാനറ്റ്. എന്താണ് പ്ലാനറ്റ്? സം സെലസ്റ്റിയൽ ബോഡീസ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദേ ആർ ലൈറ്റ് ബൈ ദ ലൈറ്റ് ഓഫ് ദി സ്റ്റാർസ്. സച്ച് ബോഡീസ് ആർ കോൾഡ് പ്ലാനറ്റ്സ്. അപ്പോൾ ചില സെലസ്റ്റിയൽ ബോഡീസിന് അവരുടേതായിട്ടുള്ള ഹീറ്റോ ലൈറ്റോ ഒന്നുമില്ല. അവർ സ്റ്റാർസിൻ്റെ ലൈറ്റിൻ്റെ സഹായത്തോടെയാണ് പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? എർത്ത്, മാസ്, മെർക്കുറി, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ടും എഴുതാം. അതുപോലെ നമ്മൾ സ്റ്റാർസിൻ്റെ പോർഷൻ പഠിച്ചപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാൻ മറന്നുപോയി. സ്റ്റാർസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ, സൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെഫിനിഷനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യന് എക്സാമ്പിൾ കൂടി നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഡെഫിനിഷൻ എഴുതുമ്പം ഇപ്പോൾ പ്ലാനറ്റിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ കൂടി എഴുതാനായിട്ട് ഓർക്കുക.
സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സോളാർ ഫാമിലി കൺസിസ്റ്റ് ഓഫ്? സോളാർ ഫാമിലിയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന്. ദ സോളാർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ദ സൺ, പ്ലാനറ്റ്സ്, ദ സാറ്റലൈറ്റ്സ് ആൻഡ് അസ്ട്രോയിഡ്സ് ആൻഡ് മെറ്ററോയിഡ്സ്. അപ്പം സോളാർ ഫാമിലിയിൽ സണ്ണും പ്ലാനറ്റ്സും പ്ലാനറ്റ്സിൻ്റെ സാറ്റലൈറ്റ്സും അതുപോലെ തന്നെ അസ്ട്രോയിഡ്സും മെറ്ററോയിഡ്സും ഒക്കെയാണ് ഉള്ളത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റ്സ് ഇൻ വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ? നമുക്കറിയാം ഈ പ്ലാനറ്റ്സ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നല്ലേ. അപ്പോൾ അവർ ഒരു ഓർബിറ്റിൽ കൂടിയാണ് എപ്പോഴും ഇത് റിവോൾവ് ചെയ്യുന്നത്. ആ ഓർബിറ്റിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ദി ഓർബിറ്റ്സ് ഓഫ് പ്ലാനറ്റ്സ് ആർ എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ്. എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ്. ഓക്കെ, ഈ ഓർബിറ്റ്സിനാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ഷേപ്പാണെന്ന് എഴുതാം, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാനറ്റ് ഈസ് കോൾഡ് എർത്ത്സ് ട്വിൻ ആൻഡ് വൈ? ഏത് പ്ലാനറ്റിനെയാണ് നമ്മൾ എർത്തിൻ്റെ ട്വിൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഇതിനെ എർത്ത് ട്വിൻ എന്ന് പറയുന്നത്? വീനസ് ഈസ് കോൾഡ് എർത്ത്സ് ട്വിൻ ബിക്കോസ് ഇറ്റ് ഈസ് സിമിലർ ടു എർത്ത് ഇൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ്. വീനസിനെയാണ് നമ്മൾ എർത്തിൻ്റെ ട്വിൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ എർത്തിനോട് സിമിലറാണ്, സാമ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീനസിനെ എർത്തിൻ്റെ ട്വിൻ എന്ന് പറയുന്നത്. 10th question, what is geoid? A sphere with its ends flattened at poles is called a geoid. Okay, അതായത് എർത്ത് ലൈക്ക് ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. ഒരു സ്പിയർ പോലത്തെ ഷേപ്പാണ്, പക്ഷേ അതിൻ്റെ രണ്ട് പോൾസിലും ഫ്ലാറ്റൻഡ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പും ജിയോയിഡാണ്. 11th question, why is earth called a blue planet? എന്തുകൊണ്ടാണ് എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത്? എർത്ത് appears blue from when seen from the outer space since it has over 2/3 water, so it is called a blue planet. എർത്ത് നമ്മൾ എർത്തിൽ നിന്ന് മാറി, അതായത് മൂണിലൊക്കെ ചെന്ന് നമ്മൾ നിന്ന് എർത്തിനെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബ്ലൂ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ 2/3 പോർഷൻസിലും വെള്ളം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത്. 12th question, how does earth support life? എങ്ങനെയൊക്കെയാണ് എർത്ത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത്? The earth has conditions that support life. It is neither too hot nor too cold. It has both water and air which are both indispensable for life. അപ്പോൾ എർത്തിന് ഈ ലൈഫ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? അത് വളരെയധികം ചൂടുള്ളതുമല്ല, എന്നാൽ വളരെയധികം തണുത്തതുമല്ല. ലൈഫ് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വാട്ടറും എയറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പം നമുക്കിവിടെ വാട്ടറും എയറും ലഭിക്കുന്നു. പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ദ എയർ ഇൻ അപ്രോപ്രിയേറ്റ് പ്രൊപ്പോർഷൻ സപ്പോർട്ട് ലൈഫ്. ദീസ് ഫാക്ടേഴ്സ് മേക്ക് എർത്ത് എ യുണീക്ക് പ്ലാനറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഓക്സിജൻ ഉണ്ട്, നമുക്ക് ശ്വസിക്കാൻ വേണ്ട, നമ്മുടെ ലൈഫിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്, വെള്ളമുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും മോഡറേറ്റ് ആണ്. അങ്ങനെ ഈ ഫാക്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് എർത്തിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഫാക്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് എർത്ത് യുണീക്ക് ആണെന്നും പറയുന്നു. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ എർത്ത് ഈസ് നോൺ ആസ് എ യുണീക്ക് പ്ലാനറ്റ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ ആൻസേഴ്സ് തന്നെ എഴുതാൻ സാധിക്കും. 13th question, how much time does the moon take to revolve once around the earth? എർത്തിനെ ഒന്ന് റിവോൾവ് ചെയ്ത് വരാൻ, അതായത് ഒന്ന് ചുറ്റി വരാനായിട്ട് മൂണിന് എത്ര സമയമാണ് എടുക്കുന്നതെന്ന്. The moon takes approximately 27 days to revolve once around the earth. എർത്തിനെ ഒന്ന് ചുറ്റി വരാനായിട്ട് മൂണിന് 27 days ആണ് എടുക്കുന്നത്. 14th question, what is the difference between the moon and INSAT? മൂണും ഇൻസാറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന്. The moon is a natural satellite of the earth while INSAT is an artificial satellite. അപ്പോൾ എന്താണ് ഡിഫറൻസ്? മൂണൊരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്, എന്നാൽ ഇൻസാറ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അതായത് ഹ്യൂമൻ മെയ്ഡ്, സയൻറ്റിസ്റ്റ് ഒക്കെ നിർമ്മിച്ച സാറ്റലൈറ്റ് ആണ്. 15th question, define the term satellite. എന്താണ് സാറ്റലൈറ്റ്? എ സാറ്റലൈറ്റ് ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് മൂവ്സ് അറൗണ്ട് ദി പ്ലാനറ്റ്. പ്ലാനറ്റ്സിനെ ചുറ്റുന്ന സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് മൂൺ. 16th question, what do you mean by human made satellite? എന്താണ് human made satellite? A human made satellite is an artificial body. It is designed by scientists to gather information about the universe or for communication. അപ്പം ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. സയൻറ്റിസ്റ്റ് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ ഇൻഫർമേഷൻസ്, ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാറ്റലൈറ്റ്, ഈ ഇങ്ങനെ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഇൻസാറ്റും എഡ്യൂസാറ്റും.
17th question, what are asteroids? എന്താണ് asteroids? Asteroids are the numerous tiny celestial bodies which revolve around the sun and are mainly found between the orbits of Mars and Jupiter. മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഓർബിറ്റ്സിലാണ് മെയിനായിട്ട് ഈ ആസ്ട്രോയിഡ്സ് കാണുന്നത്. ഈ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ടൈനി സെലസ്റ്റിയൽ ബോഡീസ് ആണ്, അത് എർത്തിനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. 18th question, what is a meteoroid? എന്താണ് meteoroid? Small pieces of rocks which move around the sun are called meteoroids. ചെറിയ പാറക്കഷ്ണങ്ങൾ, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ചെറിയ പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ മെട്രോയിഡ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡും മെട്രോയിഡും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചാൽ അറിയാമല്ലോ അല്ലേ. ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ് ടൈനി സെലസ്റ്റിയൽ ബോഡീസാണ് എർത്തിനെ റിവോൾവ് ചെയ്യുന്നത്. എന്നാൽ മെട്രോയിഡ് എന്ന് പറഞ്ഞാൽ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന സ്മോൾ പീസസ് ഓഫ് റോക്സ് ആണ്. ഞാൻ എഴുതിയിട്ടുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് ലഭിക്കാനായിട്ട് കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് വരികയും വീഡിയോസൊക്കെ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്.